ഹലോ ഗായ്സ്, എല്ലാവർക്കും കൈറോ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിഗ്രി കഴിഞ്ഞിട്ട് ജോലി നോക്കിയിരിക്കുന്ന ആളാണോ നിങ്ങൾ? ബാങ്കിങ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഒരു ഗവൺമെൻറ് ബാങ്കിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ഈ വീഡിയോ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ വന്നിരിക്കുന്ന അപ്രൻറ്റൈസ് റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചാണ്. ഈ നോട്ടിഫിക്കേഷനിൽ ഇന്ത്യ മുഴുവൻ 750 വേക്കൻസിയാണുള്ളത്. അതിൽ കേരളത്തിൽ കാൻഡിഡേറ്റ്സിന് മാത്രം 33 വേക്കൻസീസ് ഉണ്ട്. ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒരു ഡിഗ്രി മതി. ഏജ് 20 മുതൽ 28 വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. മന്ത്ലി സ്റ്റൈപ്പൻഡ് 14,000 മുതൽ 15,500 രൂപ വരെ ലഭിക്കുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 20 വരെയാണ്. വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ സിമ്പിളായി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എൻഡ് വരെ കണ്ടിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കല്ലേ. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്ന് പറയുന്നത് IOB എന്നാണ് പറയുന്നത്. അതൊരു പബ്ലിക് സെക്ടർ ബാങ്കാണ്. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ബാങ്കാണ്. ഹെഡ് ഓഫീസിൽ ചെന്നൈയിലാണുള്ളത്. ഇന്ത്യ മുഴുവൻ ഇവർക്ക് ആയിരക്കണക്കിന് ബ്രാഞ്ചസ് ഉണ്ട്. നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന, ലോൺ എടുക്കുന്നു, FD ചെയ്യുന്ന എല്ലാ നോർമൽ ബാങ്കിങ് സർവീസും ഈ ബാങ്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ബാങ്ക് അപ്രൻറ്റൈസ് ആക്ട് 1961 പ്രകാരം അപ്രൻറ്റൈസ് കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുന്നതാണ്. ഇത് പെർമനൻറ്റ് പോസ്റ്റ് അല്ല, 1 ഇയർ അപ്രൻറ്റൈസ്ഷിപ്പ് ട്രെയിനിങ് ആണ്. പക്ഷേ ഇതിൻ്റെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ബാങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് കിട്ടും. ഫ്യൂച്ചറിൽ SBI, IBPS, RBI, LIC, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇതുപോലുള്ള റിക്രൂട്ട്മെൻറ്റിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ എക്സ്പീരിയൻസ് വളരെ യൂസ്ഫുൾ ആകും. അതുകൊണ്ട് ഫ്രഷേഴ്സിന് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എത്ര വേക്കൻസി ഉണ്ടെന്ന് നോക്കിയാൽ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇന്ത്യ മുഴുവൻ 750 വേക്കൻസീസാണ് ടോട്ടലായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ സ്റ്റേറ്റ്സിലും വേക്കൻസീസ് ഉണ്ട്. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ളത്. ഉത്തർപ്രദേശിലും വളരെ നല്ല വേക്കൻസിയാണുള്ളത്. നമ്മുടെ കേരളത്തിൽ 33 വേക്കൻസിയാണ് ഉള്ളത്. അതായത് കേരള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് മെറിറ്റ് ബേസിസ് സെലക്ഷൻ ആയതുകൊണ്ട് നേരത്തെ അപ്ലൈ ചെയ്യുന്നവരാണ് ബെറ്റർ. ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നോക്കാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് ജൂലൈ 7-നാണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 20ആണ്. ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് ജൂലൈ 22 വരെ ചെയ്യാം. ടെൻറ്റേറ്റീവ് ഓൺലൈൻ എക്സാമിനേഷൻ ഓഗസ്റ്റ് 2-നാണ്. അതുകൊണ്ട് അപ്ലൈ ചെയ്ത ശേഷം എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്ലൈ ചെയ്തിട്ട് എക്സാം പ്രിപ്പറേഷൻ ചെയ്യാതെ ഇരിക്കുന്ന ആളുകൾ പിന്നെ റിഗ്രറ്റ് ചെയ്യാറുണ്ട്. ക്വാളിഫിക്കേഷൻ വളരെ സിമ്പിളാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്ത യൂണിവേഴ്സിറ്റിയിൽ നിന്നും എനി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാം. BA, BSc, BCom, BBA, BCA, BTech, BE, MBA, MCom, MA ഡിഗ്രി ഏതായാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. റിസൾട്ട് ജൂലൈ 31 മുന്നേ ഡിക്ലെയർ ചെയ്തിരിക്കും. അതായത് ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റിൽ ഫൈനൽ ഇയറിലുള്ളവർക്കോ ഒന്നും അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിട്ടില്ല. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ മിനിമം ഏജ് 20 വയസ്സുണ്ടായിരിക്കണം. മാക്സിമം ഏജ് 28 വയസ്സ് വരെ. ജനറൽ കാറ്റഗറിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ജൂലൈ 1, 1998 മുതൽ ജൂലൈ 1, 2006 ആയിരിക്കണം. SC or SC കാൻഡിഡേറ്റ്സിന് 5 ഇയേഴ്സ് ഏജ് റിലാക്സേഷനും ഉണ്ട്. OBC കാൻഡിഡേറ്റ്സിന് 3 വർഷം റിലാക്സേഷനുണ്ട്. PWD കാൻഡിഡേറ്റ്സിന് 10 വർഷം വരെ റിലാക്സേഷൻ നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റിസർവ്ഡ് കാറ്റഗറി കാൻഡിഡേറ്റ്സ് ഒഫീഷ്യൽ ഏജ് റിലാക്സേഷൻ യൂസ് ചെയ്യാം. സാലറി നോക്കുകയാണെങ്കിൽ എല്ലാവരും ഏറ്റവും നോക്കുന്ന ഇൻട്രസ്റ്റ് ഉള്ള കാര്യം എന്താ? സാലറി ആയിരിക്കും അല്ലേ. ഇവിടെ പെർമനൻറ്റ് എംപ്ലോയി സാലറി അല്ല, ഇത് അപ്രൻറ്റൈസ് സ്റ്റൈപ്പൻഡ് ആണ്. മെട്രോ ബ്രാഞ്ചസിൽ വർക്ക് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് മന്ത്ലി 15,500 റുപ്പീസ് വരെ സ്റ്റൈപ്പൻഡ് ലഭിക്കും. അർബൻ ബ്രാഞ്ചസിൽ 14,500 രൂപയായിരിക്കും കിട്ടുന്നുണ്ടാവുക. സെമി അർബൻ അല്ലെങ്കിൽ റൂറൽ ബ്രാഞ്ചസിലാണെങ്കിൽ 14,000 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഗവൺമെൻറ് സബ്സിഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണിത്. 1 ഇയർ അപ്രൻറ്റൈസ്ഷിപ്പ് പീരീഡ് മുഴുവൻ ഈ സ്റ്റൈപ്പൻഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫുഡ് അലവൻസ്, HRA, DA പോലെയുള്ള എംപ്ലോയി ബെനിഫിറ്റ്സ് അപ്രൻറ്റൈസ് കാൻഡിഡേറ്റ്സിന് ലഭിക്കുന്നതല്ല. കാരണം ഇത് ട്രെയിനിങ് പീരീഡാണ്. എന്നാൽ ഗവൺമെൻറ് ബാങ്ക് എക്സ്പീരിയൻസ് ലഭിക്കുന്നത് ഏറ്റവും വലിയ ബെനിഫിറ്റാണ്. അപ്രൻറ്റൈസ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് കൺഫ്യൂഷൻ ഉണ്ടല്ലേ, അത് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്രൻറ്റൈസ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് എംപ്ലോയിയെ പോലെയാണ്. നിങ്ങൾ ബാങ്കിൽ ഡെയിലി വർക്കിന് പോകും, അത് പഠിക്കും. കസ്റ്റമർ സർവീസ് ആയിരിക്കാം, ക്യാഷ് റിലേറ്റഡ് ബേസിക് പ്രോസസ്, അക്കൗണ്ട് ഓപ്പണിംഗ്, ഓഫീസ് വർക്ക്, ഡിജിറ്റൽ ബാങ്കിങ്, ഡോക്യുമെൻറ്റേഷൻ, ബാങ്കിങ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ പ്രാക്ടിക്കലായി പഠിക്കാൻ നിങ്ങൾക്കൊരു ചാൻസ് ലഭിക്കുന്നതായിരിക്കും. 1 ഇയർ കംപ്ലീറ്റ് ആയാൽ അപ്രൻറ്റൈസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഫ്യൂച്ചർ ബാങ്ക്സ് ജോബിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഒരു അഡീഷണൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഒരു കാര്യം ക്ലിയർ ആയി പറയാം, 1 ഇയർ കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക് പെർമനൻറ്റ് ജോബ് കിട്ടുമെന്ന് നോട്ടിഫിക്കേഷനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അപ്രൻറ്റൈസ്ഷിപ്പിനെ പെർമനൻറ്റ് ജോബായി കണക്കാക്കരുത്. ഇത് എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാത്രം ആണ്. ഈ റിക്രൂട്ട്മെൻറ്റ് അപ്ലൈ ചെയ്യാൻ ആർക്കൊക്കെ പറ്റുമെന്ന് നോക്കാം. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത
ഫ്രഷേഴ്സ്, ജോബ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർ, ബാങ്കിംഗ് ഫീൽഡിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ, ഗവൺമെൻറ് ബാങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇവർക്കൊക്കെ ഡെഫിനറ്റ്ലി ഈ റിക്രൂട്ട്മെൻറ്റ് കൺസിഡർ ചെയ്യാം. എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പേടിക്കേണ്ട. ഫ്രഷ് കാൻഡിഡേറ്റ്സിനെ ഉദ്ദേശിച്ചാണ് ഈ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് തന്നെ. ഫ്രണ്ട്സ്, ഇതുവരെ നമ്മൾ നോട്ടിഫിക്കേഷനിലെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കണ്ടു. ഇനി അടുത്ത പാർട്ടിൽ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, ഓൺലൈൻ എക്സാം സിലബസ് എന്താണ്, ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടോ, ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണ്, ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ വേണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്ലൈ ചെയ്യുന്ന രീതി, അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മിസ്റ്റേക്സ് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയാം. അതുകൊണ്ട് വീഡിയോ ഫുൾ കാണുക, സ്കിപ്പ് ചെയ്യരുത്. സോ ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ വരുന്നൊരു ഡൗട്ടാണ്, എക്സാം ഉണ്ടോ, ഇൻ്റർവ്യൂ ഉണ്ടോ, സെലക്ഷൻ എങ്ങനെയായിരിക്കും. നോട്ടിഫിക്കേഷനിൽ ഡീറ്റെയിൽ ആയി വായിച്ച ഇതിനെ പ്രോസസ്സ് വളരെ ക്ലിയറായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ സ്റ്റെപ്പായി നമുക്ക് നോക്കാം. സെലക്ഷൻ പ്രോസസ്സ്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ഈ റിക്രൂട്ട്മെൻറ്റ്സിൽ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത് മെയിൻലി 3 സ്റ്റേജസിലാണ്. സ്റ്റേജ് 1 ഇസ് ഓൺലൈൻ എക്സാമിനേഷൻ, സ്റ്റേജ് 2 ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ്, സ്റ്റേജ് 3 എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. ചില സിറ്റുവേഷനിൽ ബാങ്ക് പേഴ്സണൽ ഇൻട്രാക്ഷൻ കോൺടാക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ടെന്ന് നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ മെയിൻ സെലക്ഷൻ ഓൺലൈൻ എക്സാം മാർക്ക് ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് എക്സാം പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൺലൈൻ എക്സാം പാറ്റേൺ എന്താ നോക്കാം. 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. 100 മാർക്കിന്. എക്സാം ഡ്യൂറേഷൻ 90 മിനിറ്റ്സ് ആയിരിക്കും. നെഗറ്റീവ് മാർക്കിംഗ് നോട്ടിഫിക്കേഷൻ മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എക്സാം ഓൺലൈൻ മോഡിലാണ്. നോട്ടിഫിക്കേഷൻ പ്രകാരം കാൻഡിഡേറ്റ്സിന് സ്വന്തം ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് സ്റ്റേബിൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സബ്ജക്റ്റ് 1 എന്ന് പറഞ്ഞാൽ ജനറൽ അവെയർനെസ് ആൻഡ് ഫൈനാൻഷ്യൽ അവെയർനെസ്. 25 ക്വസ്റ്റ്യൻസ്, 25 മാർക്സ്. ഇവിടെ ബാങ്കിങ് അവെയർനെസ്, കറണ്ട് അഫെയർസ്, ഗവൺമെൻറ് സ്കീംസ്, ബേസിക് എക്കോണമി, ഇന്ത്യൻ ബാങ്കിങ്, റിസർവ് ബാങ്ക്, ഫൈനാൻഷ്യൽ ന്യൂസ് ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. ഡെയിലി കറണ്ട് അഫെയർസ് ഫോളോ ചെയ്യുന്നവർക്ക് ഈ സെക്ഷൻ ഈസി ആകും. സബ്ജക്റ്റ് 2 ജനറൽ ഇംഗ്ലീഷ് ആണ്. 25 ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ഗ്രാമർ, വൊക്കാബുലറി, റീഡിംഗ് കോംപ്രിഹെൻഷൻ, എറർ സ്പോട്ടിംഗ്, സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്താൽ മതി. ഡിഫിക്കൽട്ട് ഇംഗ്ലീഷ് എക്സാം ഒന്നും അല്ല. സബ്ജക്റ്റ് 3 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ്. 25 ക്വസ്റ്റ്യൻസ്, ബേസിക് മാത്സ്, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആവറേജ്, ടൈം ആൻഡ് വർക്ക്, സിമ്പിൾ ഇൻട്രസ്റ്റ് റേഷ്യോ, സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ്, ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ, പസിൽ, റീസണിംഗ്, ബേസിക് ടോപ്സ്. കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് ഫെമിലിയർ ആയിരിക്കും. സബ്ജക്റ്റ് 4 എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ നോളജ് ഓർ സബ്ജക്റ്റ് നോളജ്. 25 ക്വസ്റ്റ്യൻസ്, MS ഓഫീസ്, ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ ബേസിക്സ്, കീബോർഡ് ഷോർട്ട് കട്ട്സ്, ഇമെയിൽ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ബേസിക് കമ്പ്യൂട്ടർ അവെയർനെസ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്താൽ മാത്രം മതി. സോ ടോട്ടൽ എക്സാം 100 മാർക്കിനാണ്. അതുകൊണ്ട് ഓരോ സബ്ജക്റ്റും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. മെറിറ്റ് ലിസ്റ്റ് എങ്ങനെ നോക്കാം. എക്സാം കഴിഞ്ഞ് മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. ഹയസ്റ്റ് മാർക്ക് സ്കോർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടും. സെയിം മാർക്ക് വന്നാൽ ഏജ് കൂടുതലുള്ള കാൻഡിഡേറ്റ്സിന് പ്രിഫറൻസ് കൊടുക്കും. അതായത് സീനിയർ കാൻഡിഡേറ്റ്സ് റാങ്കിൽ മുന്നിൽ വരുന്നതായിരിക്കും. അതുകൊണ്ട് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റിനെ കുറിച്ച് നോക്കാം. സോ ഇനി കുറേ പേര് മിസ് ചെയ്യുന്ന ഈ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റിനെ കുറിച്ചാണ് പറയുന്നത്. കേരള വാക്കൻസിക്ക് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് മലയാളം വായിക്കാനും എഴുതാനും സംസാരിക്കാനും അറിയണം. അതാണ് ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ്. പക്ഷേ ഇവിടെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നിങ്ങൾ SSLC അല്ലെങ്കിൽ +2 മലയാളം മീഡിയം അല്ലെങ്കിൽ മലയാളം സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പല കേസസിൽ സെപ്പറേറ്റ് ലാംഗ്വേജ് ടെസ്റ്റിൽ നിന്ന് എക്സംഷൻ ലഭിക്കാം. അതുകൊണ്ട് SSLC സർട്ടിഫിക്കറ്റ് സേഫ് ആയി വെക്കുക. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ടൈമിൽ അത് ചോദിക്കുന്നതായിരിക്കും. അപ്രൻറ്റൈസ് ട്രെയിനിങ് പീരീഡ് 1 ഇയർ ആണ്. ഡെയിലി ബാങ്കിങ്ങിൽ ക്ലറിക്കൽ സ്റ്റഫ് പോലെ ഓഫീസ് ടൈമിങ്ങിൽ വർക്ക് ചെയ്യണം. റിയൽ ബാങ്കിങ് എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യാൻ ചാൻസ് ലഭിക്കുന്നതാണ്. കസ്റ്റമർ ഇൻട്രാക്ഷൻ, ക്യാഷ് റിലേറ്റഡ് സപ്പോർട്ട്, ഡോക്യുമെൻറ്റേഷൻ, ഡിജിറ്റൽ ബാങ്കിങ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ഫയൽ ഹാൻഡ്ലിംഗ്, ബ്രാഞ്ച് ഓപ്പറേഷൻസ് ഇതൊക്കെ പ്രാക്ടിക്കലായി പഠിക്കാം. ഫ്രഷേഴ്സിന് ഇത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് കമൻറ്റ് സെക്ഷനിൽ വരുന്ന ഏറ്റവും കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഒരു 1 ഇയർ കഴിഞ്ഞാൽ പെർമനൻ്റ് ആക്കുമോ എന്ന്. നോട്ടിഫിക്കേഷൻ പ്രകാരം അല്ല. ഓട്ടോമാറ്റിക് പെർമനൻറ്റ് അപ്പോയിൻമെൻ്റ് അല്ല ഇതൊരിക്കലും. ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്താൽ അപ്രൻറ്റൈസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് മാത്രം ലഭിക്കും. ഫ്യൂച്ചർ റിക്രൂട്ട്മെൻറ്റിൽ അത് എക്സ്പീരിയൻസായി യൂസ് ചെയ്യും. അതുകൊണ്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ് പ്രോഗ്രാമായി തന്നെ കാണുക. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നോട്ടിഫിക്കേഷൻ പ്രകാരം ഓൾറെഡി ഒരു അപ്രൻറ്റൈസ്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്തവർ എലിജിബിൾ അല്ല. ഓൾറെഡി അപ്രൻറ്റിസ്ഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും എലിജിബിൾ അല്ല. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് 1 ഇയറിൽ കൂടുതൽ ഫുൾ ടൈം ജോബ് എക്സ്പീരിയൻസ് ഉള്ളവരും എലിജിബിൾ അല്ല. അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ എലിജിബിലിറ്റി ചെക്ക് ചെയ്തിരിക്കണം. മെഡിക്കൽ ഫിറ്റ്നസ്സിനെ നോക്കിയാൽ ഈ സെക്ഷൻ കഴിഞ്ഞാൽ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. ബാങ്ക് പറയുന്ന ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. മെഡിക്കൽ ഫിറ്റ്നസ് ക്ലിയർ ആയാൽ മാത്രമേ ജോയിനിങ് കംപ്ലീറ്റ് ആകൂ. അതുകൊണ്ട് ഡോക്യുമെൻറ്റ് റെഡിയാക്കി വെക്കാൻ ശ്രമിക്കൂ. ഇനി അടുത്തതാണ് ക്യാരക്ടർ വെരിഫിക്കേഷൻ. പോലീസ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ക്യാരക്ടർ വെരിഫിക്കേഷൻ ബാങ്ക് കോൺടാക്ട് ചെയ്യും. ഫേക്ക് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്താൽ കാൻഡിഡേച്ചർ ക്യാൻസൽ ആകും. അതുകൊണ്ട് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് മാത്രം അപ്ലോഡ് ചെയ്യുക.
റിസർവേഷനെ പറ്റി നോക്കുകയാണെങ്കിൽ SC, ST, OBC, EWS, PWD എല്ലാ റിസർവേഷൻ റൂൾസും ഗവൺമെൻറ് നോംസ് പ്രകാരം ഫോളോ ചെയ്യുന്നതാണ്. എലിജിബിൾ കാൻഡിഡേറ്റ്സിന് പ്രോപ്പർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിരിക്കണം. OBC കാൻഡിഡേറ്റ്സ് ലേറ്റസ്റ്റ് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെച്ചോളൂ. ഫ്രണ്ട്സ്, ഇതുവരെ നമ്മൾ സെലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി മനസ്സിലാക്കി. ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ, NAPS എന്താണ്, NATS എന്താണ്, BFSI പോർട്ടൽ രജിസ്റ്റർ എങ്ങനെ ചെയ്യാം, എന്തൊക്കെ ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 20, 2026 സോ ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാതിരിക്കരുത്. പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ചിലപ്പോൾ സെർവർ ഇഷ്യൂസൊക്കെ ഉണ്ടായി വെബ്സൈറ്റ് ഡൗൺ ആകാം. സോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. സോ പെട്ടെന്ന് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. സോ അപ്ലൈ ചെയ്യണമെങ്കിൽ 3 സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ആദ്യം NATS അല്ലെങ്കിൽ NAPS പോർട്ടൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഒരു എൻറോൾമെൻറ്റ് നമ്പർ നിങ്ങൾക്ക് ലഭിക്കും. അത് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം BFSI SSC വെബ്സൈറ്റിൽ പോയി ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യണം. പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, കാറ്റഗറി, ഫോട്ടോ, സിഗ്നേച്ചർ, NATS ഓർ NAPS എൻറോൾമെൻറ്റ് നമ്പർ എല്ലാം കറക്റ്റായി ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫീസ് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്താൽ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആകും. പേയ്മെൻറ്റ് റിസീപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് SC, ST, PWD കാൻഡിഡേറ്റ്സിന് 236 റുപ്പീസേ ഉള്ളൂ. ജനറൽ, OBC, EWS ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 708 ജനറൽ, OBC, EWS മെയിൽ കാൻഡിഡേറ്റ്സിന് 944 റുപ്പീസുമാണ്. ഒരു കാര്യം ഓർക്കുക, ഫീ 1 ചെയ്താൽ റീഫണ്ട് ഉണ്ടാവത്തില്ല. സെലക്ഷൻ 3 സ്റ്റേജസിലാണുള്ളത്. ഒന്നാമത് ഓൺലൈൻ എക്സാം, രണ്ടാമത് ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ്, മൂന്നാമത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. നമ്മളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. സോ എല്ലാവരും മാക്സിമം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലൈക്ക് NATS, NATS അതിനകത്തൊക്കെ എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാമെന്നുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനുവേണ്ടി സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും മാക്സിമം ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, മിസ് ചെയ്യരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് please subscribe our channel to get more updates on job.